യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് എൻ്റെ കോളേജിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. സോ ഇന്ന് എൻ്റെ കോളേജിൽ കോളേജ് ഡേ ആണ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നത്. സോ അപ്പോൾ നമ്മളുടെ കുറേ ഗേൾസ് കോളേജ് ഫംഗ്ഷൻ, ആനുവൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ ഗെറ്റ് റെഡി വിത്ത് മീ ഉള്ള വീഡിയോസ് കൂടുതലും സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് മേ ബി ഹെൽപ്ഫുൾ ആയിരിക്കാം. സോ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കൂ ഗൈസ്. അപ്പോൾ ഈ ഒരു സാരിയും ബ്ലൗസ് എന്ന് പറയുന്നത് ബ്ലൗസ് അല്ല ഗൈസ്, നമ്മൾ ഉള്ളിലിരുന്ന സാധാ ടൈപ്പ് ഇന്നേഴ്സ് ഉണ്ടാവുമല്ലോ, കയ്യില്ലാത്തപ്പോൾ നമ്മൾ ജസ്റ്റ് ഉള്ളിൽ ഇന്നേഴ്സ് ഇടുമല്ലോ, അങ്ങനത്തെ ടൈപ്പുള്ള ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സാരി എന്ന് പറയുന്നത് 600 റുപ്പീസാണ് ഗൈസ് ഈ ഒരു സാരിക്ക് വരുന്നത്. സോ നിങ്ങൾ ഫംഗ്ഷൻ വെയറിനൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സോ ഈ ലുക്കൊക്കെ എങ്ങനെയാണ് ഞാൻ റെഡി ആയത് എന്നുള്ള കാര്യം നിങ്ങൾ ഫുള്ളായിട്ട് ഈ വീഡിയോ കണ്ടറിയുക. ഫേസിൽ നിന്നിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്നത് സിറമാണ്. ഡെം ഡോക്കിൻ്റെ സിറമാണ് ഗൈസ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഇന്നലെ ഞാൻ പോയിട്ട് വാങ്ങിയതേ ഉള്ളൂ. ചെറിയ ഡ്രോപ്സ് എടുത്താൽ മതി ഗൈസ്, ഒരുപാടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സാധനം നന്നായിട്ട് ഫേസിൽ ഒബ്സർവ് ആയതിനു ശേഷം മാത്രം നമുക്ക് സൺസ്ക്രീൻ ഇടാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 299 ആണ് ഗൈസ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓഫറിൽ 280 ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഗൈസ്, നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്രിജീനിയുടെ സൺസ്ക്രീനാണ്. സോ ഇതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഇതൊരു ഫേമസ് പ്രോഡക്റ്റാണ്. സോ ഇതിൽ SPF 50++ ആണ് ഞാൻ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നെക്കിലും കൂടിയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഗൈസ്. എപ്പോഴും സൺസ്ക്രീനൊക്കെ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചൂടിന്. എനിക്ക് അപ്ലൈ ചെയ്യുന്ന എക്സാക്റ്റ് രീതി കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും എനിക്കറിയാവുന്ന പോലെ ഞാൻ ഡെയിലി ബേസിസിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ഗൈസ് ഞാൻ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഈ പ്രത്യേകിച്ച് ഞാൻ വല്ല പ്രോഡക്ട്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. സോ ഞാൻ നെക്സ്റ്റ് പേഴ്സോണയുടെ പൗഡറാണ് ഗൈസ് ഞാൻ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്.
ഗൈസ്. സോ നെക്സ്റ്റ് നമ്മൾ ഐ മേക്കപ്പിലാണ് പോകുന്നത്. സോ ഞാൻ ഇന്നലെ പോയിട്ട് ഒരു കാജൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗൈസ്, ഈ കാജലാണ് ഞാൻ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും ദിവസം കാജലൊന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ ഐലൈനറാണ് കൂടുതലും യൂസ് ചെയ്യാറ്. സോ ഞാൻ ഇന്ന് കാജലാണ് ഇട്ടിട്ട് പോകുന്നത്. സോ ഗൈസ്, എന്താവും അറിയില്ല, വാട്ടർ പ്രൂഫാണ്. കറക്റ്റായിട്ട് വന്നാൽ കൊള്ളാം. സോ അപ്പോൾ ഞാൻ ആദ്യം ഉള്ളത്തെ ലെയറാണ് ഗൈസ് കൊടുക്കുന്നത്. വാവ് ഗൈസ്, നന്നായിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് പിടിക്കുന്നുണ്ട്. ഗൈസ്, നമ്മൾ ആദ്യം ഇനി ചെയ്യാൻ പോകുന്നത് അപ്പർ ലെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. സോ ഗൈസ്, ഞാൻ താഴെ ഇത്രേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. സോ എനിക്ക് എപ്പോഴും ഉള്ളൊരു സ്വഭാവമാണ്, ഇപ്പോൾ കാജലോ കൺമഷോ എന്ത് എഴുതിയാലും എനിക്ക് ഐലൈനർ ഞാൻ മുകളിൽ കൂടെ എഴുതി കൊടുക്കുന്നത് എനിക്ക് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. സോ എൻ്റെ ഒരു വിശ്വാസം എന്താ പറഞ്ഞാൽ, അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റിക്കി ആയിട്ട് നിൽക്കും എന്നുള്ളൊരു ഇത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. സോ ഞാൻ അത് ആ രീതിയിലാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാറ്. സോ നെക്സ്റ്റ് ഞാൻ ഐലൈനറാണ് ഗൈസ് ഇതിൻ്റെ മുകളിൽ കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ ഡാസ്ലറാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. സോ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ഗൈസ്, നമ്മൾ ഐലൈനർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. സോ ഐലൈനർ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് ലാഷസ് കുറച്ച് തിക്കാണ് ഗൈസ്, കുറച്ച് നീളം കൂടുതലുമാണ്. അപ്പോൾ എപ്പോഴും ഐലൈനർ അപ്ലൈ ചെയ്യുമ്പോൾ ലാഷസിലൊക്കെ പെടും. സോ എനിക്ക് പ്രത്യേകിച്ച് മസ്കാരയുടെ ആവശ്യമൊന്നുമില്ല, ഐലൈനർ കൊണ്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. ഗൈസ്, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
സോ അപ്പോൾ ഇന്നലെ ഞാൻ പോയിട്ട് 2 ലിപ്സ്റ്റിക്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട് തന്നെ. ഒരെണ്ണം വന്നിട്ട് നമ്മളുടെ മെബ്ലോണിൻ്റെ ന്യൂഡ് ഷെയ്ഡാണ് ഗൈസ്, ഇതൊന്ന്. പിന്നെ വന്നിട്ട് നമ്മുടെ ഹ്യൂഡ ബ്യൂട്ടിയുടെ മാറ്റ് ലിപ്സ്റ്റിക്കാണ്. സോ ഇത് റെഡിഷ് കളറാണ്. ഞാൻ ജസ്റ്റ് ആദ്യം ന്യൂഡ് ഷെയ്ഡ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാനായിട്ട് പോവാണ്. സെയിം ഇതിൻ്റെ അതേ കളർ തന്നെയാണ് ഉള്ളിലും വരുന്നത്. സോ നിങ്ങൾക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫേസ് കെയറിന് വേണ്ടി നിങ്ങൾ ലിപ് ബാം അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. സോ ഞാൻ അപ്ലൈ ചെയ്തില്ല, തീർന്നു പോയി ഗൈസ്. സോ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ലിപ് ബാം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലിപ്പിനെ മോയ്സ്ചറൈസ് ചെയ്യൂ. പിന്നെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ മേ ബി നല്ലതായിരിക്കും. റെഡ് ഷെയ്ഡാണ്. ഗൈസ് ഇപ്പോൾ ഷെയ്ഡിന് ഒരു ചേഞ്ച് വന്നത് കണ്ടില്ലേ? സോ നിങ്ങൾ ലിപ്സ്റ്റിക്ക് എപ്പോഴും യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇടുകയാണെങ്കിൽ നല്ലൊരു ഷെയ്ഡ് കിട്ടും ഗൈസ്. സോ നമ്മളുടെ മേക്ക് ഓവർ ഒരു പൊട്ടോട് കൂടി അവസാനിപ്പിക്കാൻ പോവുകയാണ് ഗൈസ്. സ്റ്റോൺ പൊട്ടാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ഗൈസ് ലുക്ക് ഓക്കെ അല്ലേ? സോ മേക്ക് ഓവർ കഴിഞ്ഞു. നമുക്കിനി ഹെയർ സ്റ്റൈൽ ചെയ്യാം ഗൈസ്. ബാൻഡ് ഇടണം. ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെ നിന്നോളും, ഒരു വളവും ചെരിവൊന്നും ഉണ്ടാവില്ല. സോ ഇത്രയുള്ളൂ ഗൈസ്, നമ്മൾ ഹമ്പൊക്കെ കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഗൈസ് നമ്മുടെ ഹെയർ സ്റ്റൈൽ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സോ നെക്സ്റ്റ് ആയിട്ട് ഞാൻ കമ്മലാണ് ഇടാൻ പോകുന്നത്. സോ ഈ ഒരു കമ്മലാണ് ഞാൻ ഇടാനായിട്ട് പോകുന്നത് ഗൈസ്. സോ ഇന്നലെ ഞാൻ വേറൊരു കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് അത് ഇച്ചിരി കുഞ്ഞതായിപ്പോയി. സോ എനിക്ക് തോന്നി ഇത് ബെറ്റർ ആയിരിക്കും എന്ന് തോന്നി. ഇത് അത്യാവശ്യം വെയ്റ്റ്ലെസ് ആണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നലെ പർച്ചേസ് ചെയ്ത മാല. സോ കൊറിയൻ ടൈപ്പാണ് ഗൈസ് ഈ ഒരു മാല. കൊറിയൻ പ്രേമികൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ാണ് വാങ്ങിയിട്ടുള്ളത്. സോ എനിക്ക് തോന്നുന്നു ഇതിന് മാച്ച് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഈ ഒരു മാച്ചിനനുസരിച്ച് തന്നെയാണ് ഇന്നലെ എല്ലാം പോയി പർച്ചേസ് ചെയ്തത്. സോ നെക്സ്റ്റ് ആയിട്ട് ഞാൻ റിങ് ഇടാൻ പോവുകയാണ്. ഇതും ഇന്നലെ പർച്ചേസ് ചെയ്തതാണ്. എല്ലാം കൊറിയൻ ടൈപ്പാണ് ഗൈസ്. ഇതും കൊറിയൻ ടൈപ്പാണ്. സോ ഗൈസ് നൈസ് ആയിട്ടല്ലേ? സോ നെക്സ്റ്റ് ഞാൻ എനിക്ക് തോന്നുന്നു ബാംഗിൾസ് ഇടാം. എന്നാലും ഞാൻ പർച്ചേസ് ചെയ്തതാണ്. സോ ഇതാണ് ഗൈസ്. ഓക്കെ ഗൈസ്, സെറ്റ്.
ഗൈസ് അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന്. സോ എനിക്ക് ടൈമായി, ഞാൻ കോളേജിൽ പോകാനായിട്ട് ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. സോ അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം കേട്ടോ.